ഇവിടെ ആണെങ്കിൽ അധികം ആൾക്കാർ വെൽഷും ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. ഈ ഗ്യാപ്പ് കൂടെ ഞാൻ ഇപ്പൊ പോണത് 40 മൈൽസിലാണ്. മൊത്തത്തിലേ ഇവിടെ എത്തിയിട്ട് റോങ് ടേം വൈബ് അടിക്കുന്നത്. ഇതാണ് നമ്മള് ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയാണ്. നമ്മള് വെയിൽസിൽ പോവാണ്. ഒരു ദിവസത്തെ സ്റ്റേക്കേഷൻ വെയിൽസിൽ നിന്ന് പോവാണ്. ഇന്ന് അവിടെ സ്റ്റേ അടിക്കുന്ന പരിപാടിയാണ്, പ്ലാനാണ്. അപ്പം പോണതിന് മുന്നേ ലിറ്റിൽ കയറാന്ന് വിചാരിച്ചു ഷോപ്പിംഗ്. അതെ, നമ്മള് കുറച്ച് സാധനങ്ങൾ നമ്മൾ ലിറ്റിൽ നിന്ന് വാങ്ങി പോവാണ്. പിന്നെ അവിടെ കിച്ചൺ നമുക്ക് കുക്ക് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. എന്താ ഇതിലെടുക്കുക? ഇതില് ഇതൊന്നും അത് ഇതെടുക്കാം. ഓക്കെ, ഗുഡ്. കവർ ഫുള്ള് സാധനം. ഇപ്പോൾ 2 ദിവസത്തിന് ഫുഡൊന്നും വാങ്ങണ്ട, ബാക്കിയുള്ളത് റൂമിൽ കൊണ്ടുവേണ്ടി വരും. മാതിരി ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇനി നേരെ സ്ട്രെയിറ്റ് ടു വെയിൽസിൽ പോകണു. നമ്മൾ ഓൾറെഡി റൂം നമ്മൾ എയർബിഎൻബിയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്യാം, പിന്നെ ബാക്കി പരിപാടികൾ. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that. ഒന്ന് മേലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ അറിയട്ടോ. ഈ ലൊക്കേഷനിക്ക് എത്താനുള്ള മാപ്പ് എയർബിഎൻബിയിൽ കൊടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സ്ഥലം നോക്കിയപ്പം ആ സ്ഥലവും ഈ സ്ഥലവും രണ്ട് നമ്മൾ വേറെ സ്ട്രീറ്റിക്കാണ് കൊണ്ടുപോയിട്ട് നേരെ കൊണ്ട് എത്തിച്ചത്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെ ആണെങ്കിൽ അധികം ആൾക്കാർ വെൽഷും ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. ആകെ മൊത്തം കുടുങ്ങിയ അവസ്ഥയാണ്. എന്ത് ചെയ്യും നമ്മൾ? എന്നാ സ്ട്രൈറ്റ് പോയിക്കോട്ടെ, നമുക്ക് സ്ട്രൈറ്റ് ഇട്ട് നോക്കാം. ഓപ്പോസിറ്റ് വണ്ടി വരാൻ സേഫാ. സ്ഥലല്ലേ, കിടിലൻ സ്ഥലം. പക്ഷെ വെയില് കൊണ്ടതിന് മുന്നേ നമ്മള് കണ്ടെത്തിയില്ലെങ്കിലേ നമുക്ക് വ്യൂ കിട്ടൂല, കൊടുങ്ങും നമ്മള്. തിരിച്ചോ കൈ പോലെ വല്ലാത്തൊരു കുടുക്കായി പോയിപ്പോ കുടുങ്ങി. സത്യം പറയാന്നുണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് എത്തിയും ചെയ്ത് നിന്നിട്ടൊന്നും നടക്കണില്ല എന്ന് പറഞ്ഞാൽ മതി. പറ്റേ അങ്ങനെയുണ്ട്. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറിന്റെ വെയിറ്റിംഗില് ഓന്റെ റെസ്പോൺസ് കിട്ടി. ആ മുന്നേ പോണ സിൽവർ കളർ നിസാൻ എക്സ്ട്രയില് പുള്ളി മാഞ്ഞ്. ഈ ഗ്യാപ്പ് കൂടെ ഞാൻ ഇപ്പൊ പോണത് 40 മൈൽസിലാണ്. ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലേ? ആവശ്യമായിരിക്കൂലേ? ഇത് തല കുത്തി പറഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്ത് കൂടെയാണ് നമുക്ക് കൊണ്ടുപോണേ. ഹലോ മേ, യു ഓക്കേ? വന്ന് നമ്മൾ ലൊക്കേഷനിലെത്തി. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച പോലെ തോന്നുന്ന ഓഫ് റോഡൊക്കെ കയറി വന്ന് വണ്ടി അവിടെ വെച്ചോട്ടോ. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണൂല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിച്ചണിലാണ്. ഇത് ഏകദേശം 1 ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ, അതിൻ്റെ നടുവിലാണുള്ളത്. അപ്പോൾ നമ്മൾ അധികം ലേറ്റ് ആയതുകൊണ്ട് വൈകിയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാനില്ല. ഇവിടെ ലൈറ്റ് ഫുള്ള് ബാറ്ററിയിലാണ് പവേർഡ്. നേരെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഇവിടെ മാത്രം ലൈറ്റ് ഉള്ളൂ. അപ്പോൾ മൊത്തം സറൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ രക്ഷയില്ല. കണ്ടോ, അതാണ് ട്രീ ഹൗസ്. ഞാൻ ഉള്ളിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കിഡ്ലൻ കണ്ടോ, മാരിനേറ്റഡാണ്. സാൽമൺ ഫിഷ് വാങ്ങിയാണ്. അപ്പം അതും ബ്രെഡും ബട്ടറും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമ്മളിന്ന് രാത്രികത്തെ ഡിന്നർ നമ്മളങ്ങനെ കഴിക്കും. മൊത്തത്തിലേ ഇവിടെ എത്തിയിട്ട് റോങ് ടേം വൈബ് അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങാം. അപ്പോൾ കഴിച്ച് നമ്മളെ ഡിന്നർ റെഡി. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിന്, ഓംലെറ്റ് ഉണ്ട്, ഇതാ നമ്മളെ കിഡ്ലൻ സാൽമൺ റെഡി. പിന്നെ നമുക്ക് കഴിക്കാൻ ഹുമ്മൂസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. മൂട് സാധനം
അപ്പോൾ കഴിച്ച് നമ്മളെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രീ ഹൗസ് കാണിച്ചു തരാട്ടാൻ കാണിച്ചു തന്നിട്ടില്ലേ. ഇനി നമ്മളവിടെ കിച്ചണിൽ ലോക്കായി പോയി. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് വരുന്നത്. എങ്ങനെയുണ്ട് കൈ സെറ്റപ്പ്? തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല തണുപ്പോട്ടോ. ഇവിടെ നമുക്ക് ഈ കാണുന്ന ലൈറ്റേ ഉള്ളൂ. ഇവിടെ ഒരു ബെഡ്, ഇത് ഇവിടെ ഒരു കൗച്ചുണ്ട്, ഇത് നമുക്ക് ബെഡാക്കാം. വുഡ് കൊണ്ടുള്ള സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ ബുക്ക് വായിക്കണ ശീലമുള്ളവർക്ക് ബുക്സും കാര്യങ്ങളുണ്ട്. ഏകദേശം ഇവിടെ സമയം 8:45 ഏകദേശം ആയി. അപ്പോൾ ഇതിനിവിടെ 8 മണിയാകുമ്പോൾ ഇപ്പം ഇരുട്ടാവുന്നുണ്ട്. സമ്മർ കഴിഞ്ഞ് വിന്ററിലോട്ട് കയറുന്നതായതുകൊണ്ട് തന്നെ ഒരു 8:45 ആകുമ്പോൾ ഇപ്പം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. ഫുൾ ഇരുട്ടാ. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഒരു ഏക്കർ സ്ഥലത്താണ്. അങ്ങനെയാണ് ഡിസ്ക്രിപ്ഷനിൽ വന്നത്. മൊത്തം സെറ്റപ്പ് കണ്ടിട്ട് കിടിലനാണെന്ന് തോന്നുന്നത്. പറയാൻ കാരണം പുറത്തേക്ക് ഇരിക്കാനുള്ള ഒരുപാട് സംഗതികളൊക്കെ നമ്മൾ ഇരുട്ടത്തുനിന്ന് ഫ്ലാഷ് അടിച്ച് നോക്കിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം രാവിലെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഗൈസ്, ഇന്നത്തെ പരിപാടി ഇതാണ്. ഞങ്ങളിപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് ഞാൻ ഈ ഏരിയ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റപ്പോൾ രാവിലെ ഏകദേശം 9 മണിയായി. ഈ 9 മണിക്ക് തന്നെ കിടിലൻ തണുപ്പാണ്. സൂര്യൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ അപ്പം നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടോ. ലേറ്റ് നൈറ്റ് ആയപ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടും കൂടെ വന്ന്, അനിരുദ്ധ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതാണ് ടോട്ടൽ സ്ഥലത്തിൻ്റെ ഭംഗി കേട്ടോ. ഇവിടെ അവിടെ എന്തോ ഒരു ഫാക്ടറി പോലെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്കൊരു കേടായ ഒരു JCB ഇതാ കാണാം. ഇതൊക്കെ ഇവിടുത്തെ ഓണറിൻ്റെ കൃഷിയാണ് തോന്നുന്നുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ടായിനി ഇവിടെ നടക്കുമ്പോൾ നോക്കി നടക്കണം എന്നുള്ള രീതിക്ക്. പിന്നെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് സോളാറിലാണ് പോകുന്നത്. സോളാറിൽ പ്രവർത്തിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഹീറ്ററും അതേപോലെ അത്യാവശ്യം വേണ്ട ലൈറ്റും പ്ലഗ് പോയിൻറ്റ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ധാരാളം ഇക്കാരാണ് ഇയാളുടെ കൃഷി കേട്ടോ. കൃഷി കൂടെ നമ്മൾ ചവിട്ടാണ്ട്. ഓ അടിപൊളി. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇതാ ആപ്പിളാന്ന് അവിടെ ടാഗുമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആറോത് എണീറ്റാണ്. ആറോന്ന് കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആപ്പിൾ കാണണം നിങ്ങൾക്ക്? ആപ്പിൾ കാണണോ? കണ്ടോളി. ഓ ഇത് ഒരുപാടുണ്ട് കേട്ടോ. കണ്ടോ? സി ഇതാ ഒരു മരം, 2 മരം, 3-ാമത്തെ മരം അതാ അവിടെ. നമുക്ക് ഓൾറെഡി ആപ്പിൾ മൂപ്പര് അവിടെ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് തോനെ കൊണ്ടുപോയി പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ ആപ്പിൾ, ഇത് വലുതായതിൻ്റെ. നമ്മൾ വെറുതെ അത് പറിക്കണത് ശരിയല്ലല്ലോ. പൂതിയുണ്ട്, പക്ഷേ ശരിയായ കാര്യമല്ലല്ലോ. ഓ ഇയാൾക്ക് കൃഷിയാട്ടോ. അവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ആപ്പിളിൻ്റെ മരം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എനിക്കറിയില്ല, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, ഈ നടന്ന സ്ഥലമൊക്കെ. പക്ഷേ ഫുള്ള് ഇരുട്ടായിരുന്നു. കണ്ടോ, ഞാൻ നടന്നു വന്നിട്ട് ഇവിടെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ബെഞ്ച് കാണാം. അതേപോലെ ഇവിടെ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു പംകിൻ ഇവിടെ ബെഞ്ചുണ്ട്. ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ഇതാണ് നമ്മൾ നല്ല യൂസ് ചെയ്ത കിച്ചണ്. ഇതാണ് നമ്മളെ ട്രീ ഹട്ട്, ട്രീ ഹൗസ് എന്നൊക്കെ പറയില്ലേ. ഇത് നമുക്കിവിടെ അടിയിൽ ഇരിക്കാൻ പറ്റിയ സ്ഥലം, ഇരിക്കാൻ പറ്റിയ ചെയേഴ്സ്, ഇവിടെ ഇരിക്കാൻ പറ്റിയ ചെയേഴ്സ്. ഇങ്ങനെ പോയിട്ട് ഇവിടെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ബാത്ത് എടുക്കണമെന്നുണ്ടെങ്കിലുള്ള റൂം. ഇതിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് എന്താ പറയുക, പഴയ സെറ്റപ്പ് കേട്ടോ. എല്ലാ സംഗതികളും പഴയ സെറ്റപ്പ്. പിന്നെ ഞാൻ ഒരു കിഡ്ലൻ സ്പോട്ട് കാണിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത്. വൗ, ഇതെന്ന് പറഞ്ഞാലൊരു സംഗതിയാണ്. നമുക്ക് ഇവിടെ ഇതിന് ലൂ എന്നാണ് പറയുക. നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ആംബിയൻസ് നോക്കിക്കേ, ഇങ്ങനത്തെ ടോയ്ലറ്റ് എവിടെ കിട്ടുക? സി നല്ല, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പറയാൻ കാരണം വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. ഓടിയും ഇതാവില്ലല്ലോ. ഇവിടെ വെള്ളം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ പേപ്പർ ടവൽസാണ് യൂസ് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലഷ് ചെയ്യാനും വെള്ളമില്ല. ഇത് ബാസ്ക്കറ്റിലോട്ടാണ് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് എന്തൊരു പൊടിയെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു. നമ്മൾ ആക്കിയതിനു ശേഷം നമ്മളെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ പൊടി ഒരു തൈലോട്ട് ഇട്ടാൽ മതി. പക്ഷെ ഇന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സംഗതി കാണിച്ചു തരാം. ഇവിടെ ഇതാ നമ്മളിങ്ങനെ ഇരിക്കുന്നു വിത്ത് വ്യൂ. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നല്ല വിശാലമായി നമുക്കിത് കാണാം. വ്യൂ എൻജോയ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് വാഷ്റൂം ഇരിക്കാം. നോക്കിക്കേ, ഓ. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സമാധാനം വേണ്ട സ്ഥലത്ത് തന്നെ മൂപ്പര് നല്ല വ്യൂ തന്നെ വെച്ചിന്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിക്കൊണ്ട് കേട്ടോ. ബ്രെഡും ഓംലെറ്റും.
അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണുന്ന ദിസ് ഈസ് ക്ലൗഡ് മാൻ സൈനിങ് ഓഫ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ വെയിൽസ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.